കുഞ്ഞുപോയ സങ്കടത്തിൽ കരഞ്ഞു തളർന്നു നിൽക്കുന്ന ആ പിശാചിനെ എനിക്കൊന്ന് കാണണം. മഹാലക്ഷ്മിയുടെ കുഞ്ഞെന്ന സ്വപ്നം പൊലിഞ്ഞെന്നാ ഞാൻ പറഞ്ഞത്. എനിക്ക് ഒരു സംശയം കൂടിയുണ്ട്. ഹലോ, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുതിയ പ്രമോല് പ്രതാപന് ഒരു ആഗ്രഹം, കുഞ്ഞ് നഷ്ടപ്പെട്ട ഈങ്ങലടിച്ച് കരയുന്ന മഹാലക്ഷ്മിയെ ഒന്ന് കൺമുന്നിൽ കാണുമെന്ന്. അപ്പൊ മുത്തശ്ശിനോടും കരുണയോടും പറഞ്ഞിട്ട് പ്രതാപൻ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ലേഖ നമ്മുടെ മഹാലക്ഷ്മിയെ താങ്ങി പിടിച്ചുകൊണ്ട് വരുന്നുണ്ടാവും. അപ്പൊ ലേഖ പറയുന്നുണ്ട്, കുഞ്ഞെന്ന സ്വപ്നം മഹാലക്ഷ്മിക്ക് നഷ്ടപ്പെട്ടു, അതിനൊക്കെ കാരണക്കാര് നിങ്ങളല്ലേ ഇത് നമ്മുടെ ലേഖ ഇരുന്ന് അഭിനയിക്കുന്നുണ്ടേ. അപ്പൊ നമ്മുടെ പ്രതാപൻ ഇങ്ങനെ ഭയങ്കര ചിരിച്ചിരിക്കുന്ന ഒരു നിമിഷങ്ങളൊക്കെ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിന്നീട് നമ്മുടെ മാർക്കോ കണ്ണനെ കണ്ട് പറയുന്നുണ്ട്, നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചേ പറ്റൂ, കുഞ്ഞിനെ അവരെങ്ങനെയും ഇല്ലാതാക്കാൻ നോക്കും, അതുകൊണ്ട് കുഞ്ഞിപ്പോ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ കഥ മുന്നോട്ട് പോട്ടെ എന്ന് നമ്മുടെ മാർക്കോ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു നിമിഷങ്ങളിലൂടെയായിട്ട് നമ്മുടെ മഹാലക്ഷ്മി ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ നാടകങ്ങളൊക്കെ കണ്ണൻ സുഖപ്പെട്ടതും എന്താ പറയാ കണ്ണന്റെ കുഞ്ഞാണ് മഹാലക്ഷ്മിയുടെ വയറ്റിലുള്ളതെന്നും ഇനിയിപ്പോ കുഞ്ഞ് വയറ്റിനുള്ളിൽ തന്നെ ഉണ്ട്, കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള 3 സത്യങ്ങളാണ് ഇപ്പൊ മൂടി വെച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇനി ഇതൊക്കെ എപ്പോ പുറത്ത് വരും എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.